കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണപരീക്ഷയ്ക്ക് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഓണപരീക്ഷയ്ക്ക് ചോദിക്കുന്ന മലയാളത്തിൽ നിന്നും ചോദിക്കാവുന്ന ചോദ്യമാണ് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. STD3 മലയാളം. എല്ലാവരും റെഡിയാണോ? യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ചോദ്യം, ആദ്യം നമ്മൾ പഠിക്കുന്നത് 5 പഴഞ്ചൊല്ലുകൾ എഴുതുക. നിങ്ങൾക്കറിയാവുന്ന 5 പഴഞ്ചൊല്ലുകൾ എഴുതുക. ചോദിക്കുന്നത് ചിലപ്പോൾ 2 ആയിരിക്കാം, അല്ലെങ്കിൽ 3 ആയിരിക്കാം. 5 എണ്ണം വരെ നമുക്ക് പഠിക്കാം. അതിൽ നിന്നും നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുന്നത് എന്ത് ചെയ്യാം? എഴുതാം. അപ്പം 5 പഴഞ്ചൊല്ലുകൾ ടീച്ചർ പറഞ്ഞു തരികയാണ്. അതിൻ്റെ അർത്ഥവും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അർത്ഥം വിവരിക്കാമെന്നും ചോദിക്കും. പഴഞ്ചൊല്ല് എഴുതുക, അതിൻ്റെ അർത്ഥവും വിശദീകരിക്കുക. അപ്പോൾ പഴഞ്ചൊല്ലും അതിൻ്റെ അർത്ഥവും ടീച്ചർ പറഞ്ഞു തരുന്നുണ്ട്. 5 എണ്ണം പറഞ്ഞു തരുന്നുണ്ട്. 3 അല്ലെങ്കിൽ 2 ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. എത്രയാണോ ചോദിക്കുന്നത് അത് നിങ്ങൾ എഴുതുക. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ആനുമല്ല, ആനയാണ് കേട്ടോ. ആന. ഓക്കെ, ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഇവിടെ ആന, ഇവിടെ ആശ. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ആനയെ കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ആരെയും പറഞ്ഞ് പറ്റിക്കരുത്. ആരെയും പറഞ്ഞ് പറ്റിക്കരുത്. അതിൻ്റെ അർത്ഥം എന്താ? ആരെയും പറഞ്ഞ് പറ്റിക്കരുത്. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ആരെയും പറഞ്ഞ് പറ്റിക്കരുത്. രണ്ടാമത്തേത്, ഒരു വെടിക്ക് 2 പക്ഷി. ഒരു വെടിക്ക് 2 പക്ഷി. ഒരു കാര്യത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ നേടുക. ഒരു കാര്യത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനാണ് ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത്. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ നേടുക. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന എളുപ്പത്തിലുള്ള പഴഞ്ചൊല്ലുകളാണ് ടീച്ചർ പഠിപ്പിക്കുന്നത് കേട്ടോ. മൂന്നാമത്തേത്, ഒത്തു നിന്നാൽ മലയും പോരും. ഒത്തു നിന്നാൽ മലയും പോരും എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമിച്ച് നിന്നാൽ എന്തും സാധിക്കും. ഒരുമിച്ച് നിന്നാൽ എന്തും സാധിക്കും. ഒരുമിച്ച് നിന്നാൽ ആ കാര്യം നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ ചെയ്യാം. ഒരുമിച്ചൊരു കാര്യം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ചെയ്യുന്ന കാര്യം എളുപ്പത്തിൽ ചെയ്യാം. അങ്ങനെ ഒരുമിച്ച് നിന്നാൽ എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഒത്തു നിന്നാൽ മലയും പോരും. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരുമ എന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുമയെ ബന്ധപ്പെട്ട്
ഒരു പഴഞ്ചൊല്ല് എഴുതാൻ പറഞ്ഞാൽ എഴുതാം. ഒരുമയുമായി ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ല് എഴുതാൻ ചോദിച്ചാൽ എന്തെഴുതാം? ഒത്തു നിന്നാൽ മലയും പോരും എന്ന പഴഞ്ചൊല്ല് നമുക്കവിടെ എഴുതാം. ഒരുമിച്ച് നിന്നാൽ നമുക്ക് എന്തും നേടിയെടുക്കാം. ഓക്കെ, നാലാമത്തെ നമുക്ക് നോക്കാം. ഉരുളക്കുപ്പേരി. ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞാൽ എന്താ? ഉചിതമായ മറുപടി. ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞാൽ എന്താണോ ചോദിക്കുന്നത് അതിന് അനുയോജ്യമായ മറുപടി കൊടുക്കുക. ഉരുളക്കുപ്പേരി, വേഗത്തിൽ തന്നെ അതിന് മറുപടി കൊടുക്കുക. ഉചിതമായ മറുപടി കൊടുക്കുക. ഉരുളക്കുപ്പേരി, ഉചിതമായ മറുപടി. അവസാനത്തേത് പുലിവാല് പിടിക്കുക. പുലിവാല് പിടിക്കുക എന്ന് പറഞ്ഞാൽ പുലിയുടെ വാല് പിടിച്ചാൽ എന്താ? പുലി നമ്മളെ വെറുതെ വിടുമോ? ഇല്ലേ അല്ലേ? കുഴപ്പത്തിൽ ചെന്ന് ചാടുക. ചെന്ന് പോയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. പുലിയുടെ വാല് പിടിച്ചിട്ട് പുലി വെറുതെ വിടുമോ? എന്ത് ചെയ്യണമെന്ന് അറിയില്ല അല്ലേ? അതുപോലെയാ കുഴപ്പത്തിൽ ചെന്ന് ചാടുക. പുലിവാല് പിടിക്കുക എന്ന് പറഞ്ഞാൽ കുഴപ്പത്തിൽ ചെന്ന് ചാടുക. പുലിവാല് പിടിക്കുക, കുഴപ്പത്തിൽ ചെന്ന് ചാടുക. അപ്പൊ 5 നമ്മൾ പഠിച്ചു. ആന കൊടുത്താലും ആശ കൊടുക്കരുത്, ഉരുളക്കുപ്പേരി, പുലിവാല് പിടിക്കുക, ഇങ്ങനെയുള്ള 5 പഴഞ്ചൊല്ല് എന്ത് ചെയ്തു നമ്മൾ പഠിച്ചു. അതുപോലെ അതിൻ്റെ അർത്ഥവും നമ്മൾ പഠിച്ചു. അപ്പൊ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയാലോ. ഒരുമയെക്കുറിച്ച് ചോദിച്ചാൽ അറിയാലോ. ഒത്തു നിന്നാൽ മലയും പോരും. അതെ. അപ്പൊ എന്താണോ നിങ്ങൾക്ക് ചോദിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഉത്തരം എഴുതുക. അതുപോലെ വരുന്നതാണ് കടങ്കഥകൾ ഉണ്ടാക്കൂ. കടങ്കഥകൾ ഉണ്ടാക്കൂ. ഇവിടെ കടങ്കഥയ്ക്ക് ഉത്തരം എഴുതാൻ ചോദിക്കാം. നിങ്ങൾക്ക് കടങ്കഥ ഉണ്ടാക്കാനും ചോദിക്കാം. ഇവിടെ തീവണ്ടി. തീവണ്ടിയെ കുറിച്ചൊരു കടങ്കഥ ഉണ്ടാക്കിയേ. തീവണ്ടിയെ കുറിച്ചൊരു കടങ്കഥ ഉണ്ടാക്കിയേ. ടീച്ചറുടെ പറയുന്നത് എന്താണെന്ന് നോക്കാം. കൂകും കുയിലല. തീവണ്ടി എന്ത് ചെയ്യാ? കൂകി വരുമല്ലേ? കൂകും, പക്ഷെ എന്തല്ല? കുയിലല്ല. കൂകും കുയിലല്ല. ഓടും ജീവിയല്ല. ഓടും ജീവിയല്ല. എന്താ? തീവണ്ടി. കൂകും കുയിലല്ല, ഓടും ജീവിയല്ല. ആരാ? തീവണ്ടി. എന്താ? തീവണ്ടി. മറ്റൊന്നാണ് വെള്ളം. വെള്ളം. വെള്ളവുമായി ബന്ധപ്പെട്ടൊരു ഒരു കടങ്കഥ പറഞ്ഞേ. പിടിച്ചാൽ പിടികിട്ടില്ല, വെട്ടിയാൽ വെട്ടേൽക്കില്ല. ആർക്കാ? വെള്ളത്തിന്. പിടിച്ചാൽ പിടികിട്ടോ? ഇല്ല. വെട്ടിയാൽ വെട്ടേൽക്കോ? ഇല്ല. ആർക്കാ? വെള്ളം. ഇതുപോലെ നിങ്ങൾക്ക് എന്തിനെ കുറിച്ചാണോ കടങ്കഥ ഉണ്ടാക്കാൻ പറയുന്നത് അതിന്റെ പ്രത്യേകത മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? കടങ്കഥ ഉണ്ടാക്കുക. അപ്പോൾ തീവണ്ടി, വെള്ളം, ഇത് രണ്ടും ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതാനാണെങ്കിൽ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ എന്താണോ ചോദിക്കുന്നത് അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കടങ്കഥയാക്കി എഴുതുക. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്,
1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്.